എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ പഴം വെച്ചിട്ടുള്ള ഒരു പുളിശ്ശേരിയാണ് കേട്ടോ. പഴം പുളിശ്ശേരി സാധാരണയായിട്ട് വിഷുക്കാലത്ത് മാമ്പഴ പുളിശ്ശേരിക്കാണ് പ്രാധാന്യം വെച്ചാൽ ഓണക്കാലത്ത് പഴം പുളിശ്ശേരിക്കാണ് പ്രാധാന്യം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ട പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് ഒന്ന് പഴം തന്നെ, പിന്നെ മഞ്ഞൾപ്പൊടി വേണം, മുളക് പൊടി വേണം, മധുരത്തിന് കുറച്ച് ശർക്കര വേണം, തൈര് വേണം, ഒരു 2 പച്ചമുളക് വേണം, പിന്നെ നാളികേരം വേണം. നാളികേരത്തിൻ്റെ കൂടെ ജീരകം, ഒരു 4 മണി കുരുമുളകും കൂടി ചേർത്ത് അരച്ചെടുക്കും വേണം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുക നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ പഴം നമുക്ക് തോലൊക്കെ കളഞ്ഞ് ഇങ്ങനെ നടുവ് കൂടെ ഒന്ന് കീറി കൊടുത്ത്, ഇത് വേണമെങ്കിൽ ഇങ്ങനെ 2 കീറാക്കിയിട്ട് ഇങ്ങനെ മുറിച്ചിടാം, അല്ലെങ്കിൽ 4 കീറാക്കിയിട്ട് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാൻ ഇപ്പം ഇങ്ങനെ 2 കീറാക്കിയിട്ടാണ് എടുക്കുന്നത്. പിന്നെ ഇനി കഷ്ണം കുറേയൊന്നും ഇതിന് ചേർക്കേണ്ട ആവശ്യമില്ല. പുളിശ്ശേരിക്കൊക്കെ അറിയാലോ, അതിൻ്റെ ആ അരപ്പൊക്കെ ചേർത്ത് തയ്യാറാക്കുമ്പോഴുള്ള ടേസ്റ്റാണ് കൂടുതൽ പ്രാധാന്യം, അല്ലാണ്ട് കഷ്ണത്തിനല്ല. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പഴമാണ് എടുക്കുന്നത്. ഇനി വേണ്ടവർക്ക് കുറച്ചും കൂടി വേണമെന്നുള്ളത് ഒരു പഴം കൂടി കൂട്ടാം, അതിലും കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, വളരെ കുറവ് മാത്രം മതി. ഒരുപാടായി കഴിഞ്ഞാൽ ഒരുപാട് മഞ്ഞ കളറും ഒരു നല്ല കുത്തലൊക്കെ വരും കേട്ടോ. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ മുളക് പൊടി ആവശ്യത്തിന്, അതായത് അത്യാവശ്യം എരിവ് വേണം, എന്നാലോ ഒരുപാട് ഓവറാവേണ്ട. അത് അധികം എരിവുള്ള മുളക് പൊടിയല്ല, അപ്പോൾ അത് കാരണമാണ് ഞാൻ അങ്ങനെ ചേർത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളക് നെടുകെ കീറി ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് എന്താ വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. 2 പച്ചമുളകും കൂടി നെടുകെ കീറി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആദ്യം തന്നെ കുറച്ചിട്ട് കൊടുക്കുക, പിന്നെ നമുക്ക് പിന്നെ നോക്കിയിട്ട് ചേർത്താൽ മതി. അത് എപ്പോഴും പറയണ പോലെ തന്നെ. ഇത് നമുക്ക് വേണ്ടത്, ഇതിലേക്ക് വേണ്ട വെള്ളം കൂടി, അതായത് വളരെ കുറച്ച് വെള്ളം, ഈ പഴം വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. വെള്ളം വളരെ കുറച്ച് ചേർത്ത് കൊടുക്കുക. പഴത്തിന് വേവാൻ ആവശ്യമായിട്ടുള്ളത് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഈ പഴത്തിൻ്റെ അളവ് കൂട്ടണമെങ്കിൽ കൂട്ടാട്ടോ. എനിക്ക് ഇത്ര മതി, അതുകൊണ്ടാണ് ഒരു പഴം എടുത്തിട്ടുള്ളത്. ഇനി 2 പഴം വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ 2 പഴത്തിനേക്കാളും കൂടുതലായിട്ട് ചേർക്കരുതേ, കാരണം അത്ര നല്ലതല്ല, ഒരുപാട് കൊഴുപ്പാവുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നമുക്ക് ഈ പഴം ഒന്ന് നന്നായി വേവിച്ചെടുക്കണം. ഈ പഴം വെന്തതിന് ശേഷം മാത്രം വേണം നമുക്കിതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കാം. പുളിശ്ശേരി ആണെങ്കിൽ അറിയാലോ, മാമ്പഴ പുളിശ്ശേരിയിലേക്ക് നമ്മൾ ശർക്കര ചേർക്കില്ല, അതുപോലെ ശർക്കര ചേർക്കണം, പക്ഷേ പഴം വെന്തതിന് ശേഷം ചേർക്കാൻ പാടും. അപ്പോൾ നമുക്കിത് അടുപ്പത്ത് വെച്ച് നന്നായി വേവിച്ചെടുക്കാം. പഴം നന്നായി വെന്ത് പാകമായിട്ട് വരുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഏകദേശം ഒരു മീഡിയം സൈസ് തേങ്ങയുടെ 1 മുറി നാളികേരമാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് വലുതല്ല, കുറച്ചേ ഉള്ളൂ. പിന്നെ ആവശ്യത്തിന് ജീരകം, അതായത് ഒരു ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി വേണ്ടത് ഒരു 5-6 മണി കുരുമുളക്. ഇതുണ്ടല്ലോ പൊടിയാണ്, കുരുമുളക് പൊടിയാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പഴം അടുപ്പത്ത് വയ്ക്കുമ്പോൾ തന്നെ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ഇവിടെ കുരുമുളകാണ് ഉപയോഗിക്കുന്നത്, അത് കാരണം കൊണ്ട് ഇതോടുകൂടി ഇട്ട് അരച്ചെടുക്കണം. ഇനി ഇത് കുറച്ച് തൈര്, നമ്മളിതിൽ ഒഴിക്കാനുള്ള തൈരുണ്ടല്ലോ, അത് കൂട്ടി ചേർത്തിട്ടോ അല്ലെങ്കിൽ കുറച്ച് വെള്ളമോ ചേർത്തിട്ട് നല്ല നൈസായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ പഴക്കഥ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. നമ്മൾ കഷ്ണങ്ങൾ ഉടഞ്ഞുടഞ്ഞ് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ സമയത്തെ ചേർക്കാവൂ, കാരണം ആദ്യം തന്നെ ചേർത്ത് കഴിഞ്ഞാൽ പഴം വേവില്ല. പിന്നെ ഇതിനൊരു ഇതുണ്ട് കേട്ടോ, അതായത് പഞ്ചസാരയാണ് ചേർക്കാൻ താല്പര്യം വെച്ചാൽ പഞ്ചസാര ചേർക്കുന്നവർക്ക് ഇത് പഴത്തിൻ്റെ കൂടെ തന്നെ ആദ്യം പഴം ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പക്ഷേ നമ്മൾ പുളിശ്ശേരിയിലൊക്കെ സാധാരണയായിട്ട് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ശർക്കര ഇനി അതിൽ കിടന്നിട്ട് നന്നായി ഒന്ന് മിക്സായിട്ട് വരട്ടെ കേട്ടോ. ഇപ്പോൾ ശർക്കരയൊക്കെ ചേർത്ത് കൊടുത്ത് പഴത്തിൻ്റെ കൂടെ നന്നായി മിക്സായി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് അരച്ച് പാകമാക്കി വെച്ചിട്ടുള്ള നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അറിയാലോ, ജീരകം, കുരുമുളക്, നാളികേരം. കുരുമുളകൊക്കെ ഒരു 4 മണി വേണ്ടു, ജസ്റ്റ് ഒരു മണത്തിന് വേണ്ടി മാത്രം. ഈ അരപ്പ് ചേർത്ത് കൊടുത്ത് ഇതിന് നന്നായി ഒന്ന് തിളച്ചതിൻ്റെ പച്ചമണമൊന്ന് മാറി വരണം കേട്ടോ. അത് നന്നായി തിളച്ച് വരട്ടെ. ഇതിന് ശേഷമാണ് നമ്മൾ കലക്കി പാകമാക്കി തയ്യാറാക്കി വെച്ചിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കണം. അപ്പോൾ തൈര് വെച്ചാൽ മോരല്ല വേണ്ടത്, കട്ടിയുള്ള തന്നെയാണ് വേണ്ടത്, എന്നാൽ ഒരുപാട് കട്ടിയുള്ള തൈരും അല്ല കേട്ടോ വേണ്ടത്. അപ്പോൾ ആദ്യം ഈ അരപ്പൊന്ന് നന്നായി തിളച്ച് പാകമായിട്ട് വരട്ടെ, പച്ചമണം ഒന്ന് മാറി വരട്ടെ കേട്ടോ. ഇപ്പോൾ പഴം നമ്മൾ നാളികേരം അരച്ചതൊക്കെ ചേർത്ത് മിക്സായി നല്ല പച്ചമണമൊക്കെ മാറി വന്നു കേട്ടോ.
ഈ സമയത്ത് നമുക്ക് നന്നായി കലക്കി മിക്സ് ആക്കിയിട്ടുള്ള തൈരാണിത്. എന്ന് വെച്ചാൽ ഒരുപാട് മോര് പോലെയല്ല, എന്നാൽ തൈരാണ്, എന്നാൽ അത്ര കട്ടയല്ല കേട്ടോ. അങ്ങനെയുള്ള ഇതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കാരണം അല്ലെങ്കിൽ തൈര് നല്ല കട്ട തൈര് ചേർത്ത് കൊടുത്താൽ പിരിഞ്ഞു പോകും കേട്ടോ. മോരാണെങ്കിലോ ഒരു കൊഴുപ്പുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു രൂപത്തിലാണ് ഇത് ചേർത്ത് കൊടുക്കേണ്ടത്. അറിയാലോ, പുളിശ്ശേരിക്ക് അങ്ങനെയാണ് എപ്പോഴും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് ചേർത്ത് കൊടുത്താലേ ഒരുപാടൊന്നും നമുക്കിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തീയിലിട്ടിട്ട് ഗ്യാസിൻ്റെ ഫ്ലെയിം വളരെ സ്ലോ ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് നന്നായി ഇളക്കി കൊടുത്ത് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഒരുപാട് ചളവളാന്ന് തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് പാകമായിട്ട് വരട്ടെ. ഇത്രയായി കഴിഞ്ഞാൽ നമ്മുടെ പുളിശ്ശേരി തയ്യാറായി കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പുണ്ടോ, അതുപോലെ തന്നെ മധുരം ഇനി വേണോ അതൊക്കെ നോക്കാം. എന്നിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ഇവിടെ എല്ലാം ഓക്കെയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പുളിശ്ശേരി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വറവിടാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് ചൂടാക്കാം കേട്ടോ. അപ്പോൾ വറവിടാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ തന്നെ നമുക്ക് 2-3 വറ്റൽമുളക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. അതിനോടൊപ്പം തന്നെ കുറച്ച് ഉലുവ, ഒരു നല്ല മണത്തിന് വേണ്ടിയിട്ട് സാധാരണ നമ്മൾ പുളിശ്ശേരികളിലൊക്കെ ചേർക്കുന്ന പോലെ തന്നെ കുറച്ച് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവയും ചേർത്ത് നന്നായി പൊട്ടി വരട്ടെ. ആ പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ചധികം തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. കടുക്, ഉലുവ, മുളക്, കറിവേപ്പില ഒക്കെ മൂത്ത് പാകമായിട്ട് വരുമ്പോൾ ഗ്യാസ് ഓഫാക്കി തന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം, അല്ലെങ്കിൽ ഒക്കെ കരിഞ്ഞ ടേസ്റ്റാണ് കേട്ടോ കിട്ടുക. ഇത്രയുമായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പുളിശ്ശേരിയിലേക്ക് ഇതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ വറവങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് പുളിശ്ശേരി ഇങ്ങോട്ട് എടുത്തിട്ട് കൂടെ ഒഴിച്ച് ഇതൊക്കെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പഴം പുളിശ്ശേരി തയ്യാറായിട്ടോ. വളരെ രുചികരമായിട്ടുള്ളതുമാണ്, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതുമായ പഴം പുളിശ്ശേരിയാണ്. പിന്നെ ഇതിൻ്റെ കളറുണ്ടല്ലോ, ഇങ്ങനെയുള്ളത് എന്താണെന്നറിയോ, ശർക്കര കൂട്ടിയുണ്ട്. ഇതൊന്നും കൂടി ലൈറ്റ് കളർ വരും പഞ്ചസാര കൂട്ടി, അതാണ് ഇതിൻ്റെ വ്യത്യാസം കേട്ടോ. പക്ഷേ നമ്മൾ സാധാരണ പുളിശ്ശേരിയിൽ ശർക്കരയാണല്ലോ കൂട്ടുക, അതുകൊണ്ടാണ് ശർക്കര കൂട്ടുന്നത് കേട്ടോ. വളരെ രുചികരമായ ഈ പുളിശ്ശേരി ഈ വർഷത്തെ ഓണത്തിന് ഇതൊരു വിഭവമായിട്ട് ഉണ്ടാക്കുക കേട്ടോ. ഇതിൻ്റെ കൂടെയുള്ള ബെസ്റ്റ് കോമ്പിനേഷൻ ചോറ്, ഈ പഴം പുളിശ്ശേരി, വറുത്തരച്ച സാമ്പാർ, ഒരു കഷ്ണം മാങ്ങ അച്ചാറും പപ്പടം. അടിപൊളി ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മാത്രമല്ല നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ശരി, അപ്പോൾ എന്നാൽ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും വീണ്ടും നന്ദി, നമസ്കാരം.